ഫ്രണ്ട്സ്, STJ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ +1 ഹിസ്റ്ററിയിലെ 1-ാം അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 2-ാം ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 1-ാം ഭാഗത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചാണ് പഠിച്ചത്. മനുഷ്യൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവൻ പല രീതിയിലുള്ള പരിണാമത്തിലൂടെ ഇന്നത്തെ രീതിയിലേക്ക് എത്തപ്പെട്ട ആ ഒരു ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രൈമേറ്റുകൾ, ഹൊമിനോയിഡ്, ഹൊമിനിഡ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. അങ്ങനെ മനുഷ്യപരിണാമത്തിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. അതിനോട് കൂടെ തന്നെ ഹൊമിനോയിഡും ഹൊമിനിഡും തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനുഷ്യപരിണാമത്തിലെ അടുത്ത ഘട്ടം. ഹൊമിനിഡ് പിന്നീട് 2 ബ്രാഞ്ചുകളായിട്ട് പിരിഞ്ഞു എന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ എന്നുള്ള 2ആയിട്ട് ഇവ പിരിയുകയാണ് ചെയ്തത്. എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളെന്ന് നമുക്ക് നോക്കാം. ആസ്ട്രലോപിത്തേക്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം സദേൺ എയ്പ്പ് അഥവാ ദക്ഷിണ ഭാഗത്തെ വാനരൻ അല്ലെങ്കിൽ കുരങ്ങൻ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ദക്ഷിണ ഭാഗത്തെ വാനരൻ. ഹോമോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എന്നുള്ളതാണ്. ഹ്യൂമൻ അല്ലെങ്കിൽ മാൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഈ ആസ്ട്രലോപിത്തേക്കസിന് കുരങ്ങുമായിട്ടാണ് സാദൃശ്യം. ദേ റിറ്റൈൻഡ് മെനി ഫീച്ചേഴ്സ് ഓഫ് ഏപ്സ്. അപ്പോൾ ഓപ്പോസിറ്റിൽ എന്തായിരിക്കും? മനുഷ്യൻ എന്നുള്ള വാക്കാണ്. അപ്പോൾ മനുഷ്യനുമായിട്ടാണ് സാദൃശ്യം. ആസ്ട്രലോപിത്തേക്കസിന് ചെറിയ മസ്തിഷ്കമാണ് അഥവാ ചെറിയ തലച്ചോറാണ്, സ്മോൾ ബ്രെയിൻ സൈസ്. ഹോമോയ്ക്കോ വലിയ മസ്തിഷ്കമാണ്. ആസ്ട്രലോപിത്തേക്കസിന് ഉന്തിയ താടിയെല്ലാണ്. ഹോമോയ്ക്ക് ചുരുങ്ങിയ താടിയെല്ലാണ്. ഹെവിയർ ജോസ് ആണ്. ജോസ് വിത്ത് റെഡ്യൂസ്ഡ് ഔട്ട്വാർഡ് പ്രൊട്രക്ഷൻ. അപ്പോൾ ഉന്തിയ താടിയെല്ലും കുറച്ചുന്തിയ അല്ലെങ്കിൽ ചുരുങ്ങിയ താടിയെല്ലുമാണ് ഇവിടെ കാണുന്നത്. ആസ്ട്രലോപിത്തേക്കസിന് വലിയ പല്ലുകളാണുള്ളത്. ഹോമോയ്ക്കോ ചെറിയ പല്ലുകളാണ് ഉള്ളത്. ആസ്ട്രലോപിത്തേക്കസ് മരങ്ങളിലും ഗുഹകളിലും താമസിച്ചപ്പോൾ ഹോമോ പുൽമേടുകളിലാണ് അല്ലെങ്കിൽ തുറസ്സായിട്ടുള്ള പ്രദേശങ്ങളിലാണ് താമസിച്ചത്. അപ്പോൾ ഇതാണ് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഈ ചോദ്യം ചോദിക്കാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ പോലും +1 ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. സദേൺ എയ്പ്പ് അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തെ വാനരൻ, കുരങ്ങുമായിട്ടുള്ള സാദൃശ്യം, ചെറിയ മസ്തിഷ്കം, ഉന്തിയ താടിയെല്ല്, വലിയ പല്ലുകൾ, മരങ്ങളിൽ ജീവിച്ചു. നമ്മുടെ മനസ്സിലേക്ക് ഒരു കുരങ്ങിൻ്റെ രൂപം കൊണ്ടുവരിക. ഇനി ഹോമോയുടെ കാര്യം പറയുമ്പോഴോ നമ്മുടെ മനസ്സിലേക്കൊരു മനുഷ്യൻ്റെ രൂപം കൊണ്ടുവരിക. മനുഷ്യൻ എന്നാണ് വാക്കിൻ്റെ അർത്ഥം. മനുഷ്യനുമായിട്ടാണ് കൂടുതൽ സാദൃശ്യം. വലിയ മസ്തിഷ്കമാണ്, ചുരുങ്ങിയ താടിയെല്ലാണ്, ചെറിയ പല്ലുകളാണ്. പുൽമേടുകൾ അഥവാ തുറസ്സായ പ്രദേശങ്ങളിലാണ് ഇവർ താമസിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഹൊമിനോയിഡും ഹൊമിനിഡും തമ്മിൽ നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പോൾ ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങളും പഠിച്ചു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അതുകൊണ്ടാണ് 2 ക്ലാസ്സുകളിലായി ഈ ഭാഗം നമ്മൾ എടുത്തത്.
ഓക്കെ, ഇനി ആസ്ട്രലോപിത്തേക്കസും ഹോമോയും കഴിഞ്ഞാൽ ഈ ഹോമോ പിന്നീട് 3 ഘട്ടങ്ങളായിട്ട് പിരിഞ്ഞു. അതിലാദ്യത്തെ ഘട്ടമാണ് ഹോമോ ഹബിലിസ്. ഹോമോ ഹബിലിസ് എന്താണ് അവരുടെ പ്രത്യേകതകൾ? അവർ ടൂൾ മേക്കേഴ്സാണ്, അഥവാ ഉപകരണ നിർമ്മാതാക്കളാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഉപകരണ നിർമ്മാതാക്കൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമാണ് ഹോമോ ഹബിലിസ്. ഓക്കെ, രണ്ടാമത്തത് ഹോമോ ഹബിലിസ് കഴിഞ്ഞാൽ അടുത്ത ഘട്ടമാണ് ഹോമോ ഇറക്റ്റസ്. വാക്കിൽ തന്നെ ഉണ്ട് ഇറക്റ്റ് ആയത്, ഇറക്റ്റസ്, നിവർന്നു നിൽക്കുന്നയാൾ, ദ അപ്രൈറ്റ് മാൻ. അയാളുടെ നട്ടെല്ല് വളരെ സ്ട്രെയിറ്റ് ആണ്, അദ്ദേഹം നിവർന്നിട്ടാണ് നിൽക്കുന്നത്. അവസാന ഘട്ടമാണ് ഹോമോ ഇറക്റ്റസും കഴിഞ്ഞിട്ടുള്ളതാണ് ഹോമോ സാപ്പിയൻസ്. ഹോമോ സാപ്പിയൻസ് വിവേകിയായ മനുഷ്യൻ, ബുദ്ധിയുള്ള, ചിന്തിക്കാൻ കഴിവുള്ള മനുഷ്യൻ, ദ വൈസ് ഓർ ദ തിങ്കിങ് മാൻ ആണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോമോ ഹബിലിസ് ടൂൾ മേക്കറാണ്, ഉപകരണ നിർമ്മാതാവ്. ഹോമോ ഇറക്റ്റസ് നിവർന്നു നിൽക്കുന്ന ആളാണ്, ദ അപ്രൈറ്റ് മാൻ. ഹോമോ സാപ്പിയൻസ് വിവേകിയായിട്ടുള്ള, ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ആധുനിക മനുഷ്യൻ്റെ മറ്റൊരു പേരാണ് ഹോമോ സാപ്പിയൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫ്ലോ ചാർട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരിക. പ്രൈമേറ്റുകൾ, ഹോമിനോയിഡ്, ഹോമിനിഡ്, ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ, ഹോമോ ഹബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, ആ ഘട്ടം അതുപോലെ ആ സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഓക്കെ, ഹോമോ ഹബിലിസിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായിട്ടും കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഓമോ, എത്യോപ്യയിലെ ഓമോ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ ഓൾഡ്വായ് ജോർജ്, ടാൻസാനിയയിലെ ഓൾഡ്വായ് മലയിടുക്കിൽ നിന്നും അഥവാ ഓൾഡ്വായ് ജോർജിൽ നിന്നും എന്ത് കണ്ടെത്തിയിട്ടുണ്ട്? ഈ ഒരു ഹോമോ ഹബിലിസിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ പറയുന്ന പ്രദേശങ്ങളിലാണ് ഹോമോ ഹബിലിസ് അവിടെ ജീവിച്ചിരുന്നത് എന്നുള്ളത്. ഓക്കെ, അതുപോലെ ഹോമോ ഇറക്റ്റസ്. അപ്പോൾ ഈ ഹോമോ ഹബിലിസിൻ്റെ പ്രദേശങ്ങൾ ഈ പറയുന്ന എത്യോപ്യയും ടാൻസാനിയയൊക്കെ എവിടെയാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഹോമോ ഇറക്റ്റസ് കണ്ടെടുക്കപ്പെട്ടുള്ള സ്ഥലങ്ങൾ ക്യൂബിഫോറ, പടിഞ്ഞാറൻ തുർഖാന, കെനിയ, ജാവ തുടങ്ങിയിട്ടുള്ള ഏഷ്യയും ആഫ്രിക്കയും ഉൾപ്പെടുന്ന ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും ഹോമോ ഇറക്റ്റസിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലായിട്ട് കാണപ്പെട്ടിട്ടുള്ളത്. ഹോമോ ഹബിലിസിൻ്റെത് ആഫ്രിക്കയിൽ നിന്നാണെങ്കിൽ ഹോമോ ഇറക്റ്റസിൻ്റേത് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോസിലിന് അവ ആദ്യമായി കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പേരും നൽകാറുണ്ട്. അവരുടെ സ്പീഷ്യസിന് ചിലപ്പോൾ ആ ഒരു കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ പേര് കൂടെ നൽകാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണം നമുക്ക് നോക്കാം. ജർമ്മൻ നഗരമായ ഹെയ്ഡൽബർഗിൽ നിന്നും കണ്ടെത്തിയ ഫോസിലുകൾക്ക് ഹോമോ ഹെയ്ഡൽബർഗൻസിസ് എന്ന പേര് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഹോമോയുടെ മറ്റൊരു രൂപമാണ് ഹോമോ ഹെയ്ഡൽബർഗൻസിസ്. ഓക്കെ, അത് ഹെയ്ഡൽബർഗ് എന്ന സ്ഥലത്ത് നിന്ന്, ജർമ്മനിയിലെ ഹെയ്ഡൽബർഗിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ആ പേര് നൽകിയത്. മറ്റൊരു ഉദാഹരണമാണ് ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്നും കണ്ടെത്തിയത് കൊണ്ടാണ് ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന പേര് മറ്റൊരു ഫോസിലിന് നൽകിയത്. അപ്പോൾ ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സ്ഥലങ്ങളുടെ പേരിൽ, കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളുടെ പേരിലും അവയുടെ സ്പീഷ്യസിൻ്റെ പേര് നൽകാറുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ എല്ലാ ചോദ്യപേപ്പറിലും ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യനാണ് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ടിട്ടുള്ള തിയറികൾ, സിദ്ധാന്തങ്ങൾ, മാതൃകകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. അതിൽ ആധുനിക മനുഷ്യൻ, ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നതിനെക്കുറിച്ച് ഗവേഷകർക്കിടയിൽ പ്രധാനമായിട്ടും 2 അഭിപ്രായങ്ങളാണുള്ളത്.
ഒന്ന് ദ റീപ്ലേസ്മെൻറ്റ് മോഡൽ അഥവാ ഏകോൽപത്തി മാതൃക, പകരം വെക്കൽ മാതൃക. റീജണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക. ഇവിടെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടുണ്ട്, അതൊന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ചെയ്യുക. റീപ്ലേസ്മെൻറ്റ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകോൽപത്തി മാതൃക എന്നാണ്, അഥവാ പകരം വെക്കൽ മാതൃക എന്നും. റീജണൽ കണ്ടിന്യൂറ്റി മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക തുടർച്ചാ മാതൃക എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഇനി ഒരു കൂട്ടം ഗവേഷകർ പറയുന്ന ഒരു മാതൃകയാണ് റീപ്ലേസ്മെൻറ്റ് മോഡൽ അഥവാ ഏകോൽപത്തി മാതൃക അഥവാ പകരം വെക്കൽ മാതൃക. എന്താണ് ഇത് കൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. മനുഷ്യൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഒറിജിൻ, ഒരു സിംഗിൾ പ്ലേസിലാണ്, അല്ലെങ്കിൽ ഒരു ഏക പ്രദേശത്ത്, ഒരു പ്രദേശത്ത് നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഏകോൽപത്തി വാക്കിൽ തന്നെയുണ്ട്, ഏക ഉൽപ്പത്തി, ഏക സ്ഥലത്ത് നിന്നാണ് മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ളത്. ഏതാണ് ഏക സ്ഥലം? ആഫ്രിക്കയാണ് ആധുനിക മനുഷ്യൻ്റെ ഉത്ഭവ കേന്ദ്രം. അപ്പോൾ ഹ്യൂമൻസ് ഒറിജിനേറ്റഡ് ഫ്രം ആഫ്രിക്ക. അപ്പോൾ ഏകോൽപത്തി മാതൃക പറയുന്നത് മനുഷ്യൻ ഉത്ഭവിച്ചത് ഏക സ്ഥലത്ത് നിന്നാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നാണ്. ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ആഫ്രിക്കയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതങ്ങനെ പറയണമെങ്കിൽ ചില കാരണങ്ങൾ വേണം, ചില ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ വേണം. എന്തൊക്കെ തെളിവുകളാണ് ഇവർ കൊണ്ടുവന്നത്? ആധുനിക മനുഷ്യരുടെ പരിധിയില്ലാത്ത സാമ്യതകൾ, ദ എനോമസ് സിമിലാരിറ്റി എമംഗ്സ് ദ മോഡേൺ ഹ്യൂമൻസ്, മനുഷ്യന്മാർക്കിടയിലുള്ള സാമ്യത. ഏതൊക്കെ സാമ്യതകളാണ്? ജനിതകപരവും ശരീരഘടനയിലും ആധുനിക മനുഷ്യരിൽ കാണുന്ന സമാനത ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ജീനിൻ്റെ കാര്യത്തിലായാലും, അവൻ്റെ ജനിതകരമായിട്ടുള്ള സവിശേഷതയുടെ കാര്യത്തിലായാലും, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയായാലും, അവൻ്റെ കയ്യിൻ്റെയും കാലിൻ്റെയും മുഖത്തിൻ്റെയും അതുപോലെയൊക്കെ രൂപത്തിലായാലും എല്ലാ മനുഷ്യരും ഒരേപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഉത്ഭവിച്ചിട്ടുള്ളത് ഒരേ സ്ഥലത്ത് നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് മാത്രമായിരിക്കും എന്നുള്ള ഒരു വാദമാണ് ഒന്നാമത്തേത്. ഏകോൽപത്തി മാതൃക അഥവാ പകരം വെക്കൽ മാതൃക അഥവാ റീപ്ലേസ്മെൻറ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉത്ഭവം ഒരു പ്രദേശത്തു നിന്നാണ്. ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. മനുഷ്യന്മാർക്കിടയിലുള്ള സാമ്യതകൾ, ജനിതകപരവും ശരീരഘടനയിലുള്ള സമാനതകളെല്ലാം ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ മാതൃകയാണിത് റീജണൽ കണ്ടിന്യൂറ്റി മോഡൽ അഥവാ പ്രാദേശിക തുടർച്ചാ മാതൃക. എന്താണത് പറയുന്നത്? റീജണൽ കണ്ടിന്യൂറ്റി, ഒറിജിൻ ഫ്രം ഡിഫറെൻറ്റ് പ്ലേസസ്, വിവിധ സ്ഥലങ്ങളിൽ നിന്നായിട്ടാണ് മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ളത്, ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചിട്ടുള്ളത്. ഏകോൽപത്തി മാതൃക എന്താ പറഞ്ഞത്? ഒരു പ്രദേശത്തിൽ നിന്നാണെങ്കിൽ റീജണൽ കണ്ടിന്യൂറ്റി മാതൃക പറയുന്നത്, പ്രാദേശിക തുടർച്ചാ മാതൃക പറയുന്നത് മനുഷ്യൻ്റെ ഉത്ഭവം വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ്, ഒരു സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. പുരാതന ഹോമോസാപ്പിയൻസ് വിവിധ പ്രദേശങ്ങളിൽ ക്രമേണ രൂപം കൊള്ളുകയും വ്യത്യസ്ത കാലങ്ങളിൽ ആധുനിക മനുഷ്യനായിട്ട് മാറുകയും ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. എന്താ പറഞ്ഞത്? പുരാതന ഹോമോസാപ്പിയൻസ് വിവിധ പ്രദേശങ്ങളിൽ ക്രമേണ രൂപം കൊള്ളുകയും വ്യത്യസ്ത കാലങ്ങളിൽ ആധുനിക മനുഷ്യനായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ പല പ്രദേശങ്ങളിൽ ഉണ്ടായി വന്ന് ഈ രൂപത്തിലേക്ക് എത്തിപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. ഈ മാതൃകാ പ്രകാരം, അല്ലെങ്കിൽ ഈ ഒരു സിദ്ധാന്ത പ്രകാരം, ആധുനിക മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രൂപത്തിലാണ് ഉള്ളത്. ഓക്കെ, നമുക്കറിയാം ഏഷ്യയിൽ കാണുന്ന രീതിയിലുള്ള മനുഷ്യനല്ല ആഫ്രിക്കയിൽ കാണുന്നത്, ആഫ്രിക്കയിലുള്ളത് പോലെയല്ല അമേരിക്കയിലുള്ളത്. അപ്പോൾ ഈ ഒരു സിദ്ധാന്ത പ്രകാരം പറയുന്നത് എന്താണ്? ആധുനിക മനുഷ്യൻ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ രീതിയിലാണ്. ഓക്കെ, the argument is based on the regional differences in the features of present day humans. ഓരോ പ്രദേശത്തെയും ഇന്നത്തെ മനുഷ്യരുടെ വ്യത്യാസങ്ങൾ ഈ വാദത്തിനും ശക്തി പകർന്നു. അപ്പോൾ ഓരോരോ പ്രദേശങ്ങൾ, ആഫ്രിക്കയിലുള്ള മനുഷ്യൻ്റെ പോലെയുള്ള സവിശേഷതയല്ല അമേരിക്കയിലുള്ളത് പോലെയുള്ളതല്ല യൂറോപ്പിലുള്ളത്. അപ്പോൾ വ്യത്യസ്ത പ്രദേശത്തുള്ള വ്യത്യാസങ്ങൾ എന്ത് അനുമാനത്തിലെത്തുന്നത്? മനുഷ്യൻ പല സ്ഥലങ്ങളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് എന്നുള്ള വാദമാണ് ശക്തിപ്പെടുന്നത്. അപ്പോൾ രണ്ട്
പ്രധാനപ്പെട്ടിട്ടുള്ള വാദങ്ങളുണ്ട്. ഒരു വിഭാഗം ഗവേഷകർ പറയുന്നു മനുഷ്യൻ ഒരു പ്രദേശത്തു നിന്നാണ് ഉത്ഭവിച്ചത്, അത് ആഫ്രിക്കയിൽ നിന്നാണ്. മറ്റൊരു വിഭാഗം പറയുന്നു മനുഷ്യൻ ഒരു പ്രദേശത്തിൽ നിന്നല്ല പല പല പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചു വന്നത്. ഓക്കെ, ഈ രണ്ട് പ്രധാനപ്പെട്ടുള്ള മാതൃകകൾ നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെറിയ ഭാഗമാണെന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ പഠിച്ചുകൊണ്ട് നോട്ട് എഴുതുക. നോട്ട് എഴുതുമ്പോൾ പ്രധാനമായിട്ടും എനിക്ക് പറയാനുള്ളത്, ഇംഗ്ലീഷ് മീഡിയം ആണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഇംഗ്ലീഷിലുള്ള നോട്ട് മാത്രം എഴുതുക. മലയാളം ഭാഷയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നതെങ്കിൽ മലയാളം മാത്രമായിട്ട് എഴുതുക. മിക്സ്ഡ് ആക്കി എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് മീഡിയമാണോ എടുത്തിട്ടുള്ളത് ആ മീഡിയത്തിലുള്ള നോട്ട് മാത്രം എഴുതിയിട്ട് അയക്കുക. ഓക്കെ, താങ്ക് യു.